27 ദിനം നീണ്ടുനിന്ന പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൊട്ടിക്കലാശം. നാളെ നിശബ്ദ പ്രചാരണം. ബുധനാഴ്ച പാലക്കാട് മണ്ഡലം വിധിയെഴുതും. വിക്ടോറിയ കോളേജ് പരിസരത്തു നിന്നും തുടക്കം കുറിച്ച LDFന്റെ കൊട്ടിക്കലാശത്തിന് വൻ സ്വീകരണമാണ് ലഭിച്ചത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കൊടിയും പ്ലക്കാർഡുകളും ബലൂണുമായി അണിനിരുന്ന പ്രകടനത്തിന് നടുവിലൂടെ തുറന്ന വാഹനത്തിൽ ഡോക്ടർ പി സരിൻ വോട്ടർമാർക്ക് അഭിവാദ്യമർപ്പിച്ചു. മന്ത്രി MP രാജേഷും CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവും തുറന്ന വാഹനത്തിൽ സരിനൊപ്പമുണ്ടായിരുന്നു. ഡോക്ടർ സരിന്റെ കൈ തട്ടി മാറ്റിയാൽ ഞങ്ങൾ പാലക്കാട്ടുകാർ ഈ കൈ ചേർത്ത് പിടിക്കുമെന്നാണ് പാലക്കാട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കത്ത് വിവാദം മുതൽ ട്രോളി ബാഗും വ്യാജ വോട്ടർ പട്ടികയും വരെ തുടർച്ചയായ വിവാദങ്ങൾക്കും അപ്രതീക്ഷിത ട്വിസ്റ്റുകൾക്കും പിന്നാലെയാണ് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിച്ചത്. UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി നടൻ രമേശ് പിഷാരടി, മുനവറലി തങ്ങൾ, ഷാഫി പറമ്പിൽ എന്നീ നേതാക്കളും, NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന് വേണ്ടി K സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരും കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തു. ഒരു മാസം നീണ്ട ആവേശകരമായ പ്രചാരണം, അതിനേക്കാൾ ആവേശത്തിൽ കൊട്ടിക്കലാശത്തിന്റെ അവസാന മിനിറ്റുകൾ. ആത്മവിശ്വാസത്തിന്റെ നറുകോടിയിലാണ് LDF മുന്നണി പാലക്കാട് മണ്ഡലത്തിൽ. ഒട്ടനവധി വികസന നേട്ടങ്ങൾ, ഒട്ടനവധി വികസന വിമർശനങ്ങൾ, വികസനമെന്ന മാറ്റത്തിന് ഒരു വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് LDF മുന്നണി പാലക്കാട് മണ്ഡലത്തിൽ ജനങ്ങളോട് സംവദിച്ചു തുടങ്ങിയത്. അതേ ആത്മവിശ്വാസത്തിന്റെ നെറുകയിൽ നിൽക്കുമ്പോൾ, കൊട്ടിക്കലാശത്തിന്റെ അവസാന മിനിറ്റുകൾ നിൽക്കുമ്പോൾ ആ ആത്മവിശ്വാസം 10 മടങ്ങായി ഇരട്ടിച്ചു എന്നാണ് LDF ക്യാമ്പിന്റെ ആത്മവിശ്വാസം. അത്രത്തോളം ആത്മവിശ്വാസം പകരുന്നുണ്ട് പാലക്കാടൻ ജനത. വികസനത്തിനായി, മാറ്റത്തിനായി ഒരു വോട്ട് എന്നത് തന്നെയാണ് LDFന്റെ ഇത്തവണത്തെ ആവശ്യം. ആ ആവശ്യത്തിനൊപ്പം നിൽക്കുന്നു പാലക്കാടൻ ജനത എന്ന് കാണിക്കുന്നത് തന്നെയായിരുന്നു ഇവിടുത്തെ ആവേശകരമായ കൊട്ടിക്കലാശം. മനോഹരമായ ഈ കൊട്ടിക്കലാശ ദൃശ്യങ്ങൾ പകർത്തിയ ഷൈജു പിലാത്രയ്ക്കൊപ്പം നിഷാ വൃന്ദാവൻ, കൈരളി.